ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, ടിപ്സ് ആൻഡ് നോളേജ് ആയിക്കോട്ടെ, ചീത്തവിളി ആയിക്കോട്ടെ, എന്തായാലും ഈ വീഡിയോക്ക് കുറച്ച് ചീത്തവിളിയൊക്കെ ഞാൻ കേൾക്കും. എന്താണ് ടോപ്പിക് എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ, പൈ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ ഒരുപാട് റീസെൻ്റ്ലി നെഗറ്റീവുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരുപാട് വാല്യൂ ഒക്കെ ഇപ്പോൾ കുറേ കുറഞ്ഞിട്ടുണ്ട്. ആൾക്കാർക്ക് ഒരുപാട് ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് ഇതൊന്നും സമ്മതിച്ചു തരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്നാലും എന്താണ് റിയാലിറ്റിയിൽ നടന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് അൺലിമിറ്റഡ് ആയിട്ട് USDT കിട്ടുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഇതിൽ വല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടോ? തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് അതിൽ ലോഗിൻ ചെയ്ത് വേറെ ആളിനെ ഇല്ലെങ്കിൽ റെഫർ ചെയ്ത് കയറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ടാണ് ഇതിൽ USDT കിട്ടുന്നത്. ഞാൻ ഇതിൽ ഇന്നലെ തന്നെ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ട് ഞാൻ ഇന്ന് പ്രൂഫ് എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയ ശേഷമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോൾ യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യും? എൻ്റെ USDT കിട്ടുന്നത് പോയല്ലോ എന്ന് നിങ്ങൾക്ക് ആരും വെറുതെ ഒന്നും USDT തരില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? USDT കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് USDT കിട്ടുക, എനിക്ക് എത്രത്തോളം USDT കിട്ടി, ഇതിൽ മിനിമം എത്രയാണ് എന്നുള്ളൊരു കാര്യമായിരിക്കും ആദ്യം പറഞ്ഞു തരാം. എന്നിട്ട് നമ്മുടെ പൈകോയിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഇന്നലെ തന്നെ ടെലിഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ കയറിയിട്ടുണ്ടായിരുന്നു. നമുക്കിതിൽ മിനിമം എന്ന് പറയുന്നത് 20 റെഫറൽ ഗേറ്റ് ആണ്. അപ്പോൾ ഈ 20 റെഫർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനിൽ വഴി തന്നെ അടിച്ചു നോക്കിയെന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്പർ ആൻഡ് OTP കിട്ടുന്ന ഫേക്ക് നമ്പർ ജനറേറ്റ് ഉണ്ടാകുന്ന ഒരുപാട് വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതിൽ ലോഗിൻ ചെയ്യാൻ വെറും ഒരു നമ്പറും ഒരു OTP മാത്രം മതി. ഒരു ഫേക്ക് നമ്പറും ഒരു OTP മാത്രം മതി. ഫേക്ക് നമ്പറിന് ഞാൻ 3-4 പ്രാവശ്യം പറയുന്നുണ്ട്. എത്രത്തോളം ഫേക്ക് ആയിട്ടും ബഗ്ഗായിട്ടും എത്രത്തോളം ഫേക്ക് നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം ഉണ്ടാക്കിയിട്ട് അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൽ USDT എടുക്കാൻ നോക്കുക. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ വെബ്സൈറ്റിലേക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്ത ഉടനെ കുറേ ആൾക്കാർക്ക് ഇതിൽ ഏറ്റവും ഡൗട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ എന്തുകൊണ്ടാണ് OTP വരുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഇതിൽ OTP വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഈ 90 എന്ന് കിടക്കുന്നത് മാറ്റിയിട്ട് നിങ്ങൾ ഇന്ത്യ എന്നാക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇന്ത്യൻ നമ്പർ കൊടുത്താൽ അവിടെ എന്ത് കിട്ടുള്ളൂ? OTP കിട്ടുള്ളൂ എന്ന് മനസ്സിലാകും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഫേക്ക് നമ്പറൊക്കെ ജനറേറ്റ് ചെയ്യുന്നത് ഏത് US ആണോ അങ്ങനെയുള്ള ഓരോരോ വെബ്സൈറ്റിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ഈ ഇൻവൈറ്റഡ് കോഡ് വെച്ചിട്ട് ഒരുപാട് ആൾക്കാരെ റെഫർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇന്ത്യ എന്ന് എടുക്കുക, എന്നിട്ട് നമ്പർ നിങ്ങളുടെ ഇവിടെ കൊടുക്കുക, എന്നിട്ട് ഇവിടെ നിന്ന് സെൻഡ് വെരിഫിക്കേഷൻ കൊടുക്കുക. നിങ്ങൾക്ക് OTP ഇവിടെ കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പാസ്വേഡ് രജിസ്റ്റർ ചെയ്യുക. പാസ്വേഡ് രജിസ്റ്റർ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ആയി. ഇതിലപ്പോൾ വിഡ്രോവൽ എവിടെയാണ്, ഇതിൽ എങ്ങനെയാണ് ഇൻവൈറ്റ് ചെയ്യുക എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് നേരെ ഈ പ്രൊഫൈൽ സെഷനിലേക്ക് പോവുക. അപ്പോൾ നമുക്കിവിടെ പേഴ്സണൽ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ടാവും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഏറ്റവും ആദ്യം തന്നെ എയർ ഡ്രോപ്പ് അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ഒരു അഡ്രസ്സ് കൊടുക്കണം. അപ്പോൾ ഈ ഒരു അഡ്രസ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ കൊടുത്താൽ മാത്രമാണ് വിത്തിൻ 24 hours ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? ഇതിൽ വിഡ്രോ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളായിട്ട് മാനുവലായിട്ട് വിഡ്രോ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്കിവിടെ 33,900 ജേംസ് ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഈ ഒരു ജേംസ് കിട്ടിയാൽ തന്നെ എനിക്ക് $10 അടുത്ത് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം കയറിയിട്ട് ഒരുപാട് ആൾക്കാരെ റെഫർ ചെയ്യുക. റെഫർ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഒരുപാട് USDT കിട്ടും. അതേപോലെ തന്നെ ഇതിൽ ഇൻവൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ നേരെ ഇവിടെ ഇൻവിറ്റേഷൻ റിവാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കോഡും അതേപോലെ തന്നെ ഇൻവിറ്റേഷൻ ലിങ്കും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഏത് അഡ്രസ്സാണ് ബ്രോ ഇതിൽ കൊടുക്കുക എന്നുള്ള ആൾക്കാരും കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടോ? എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാം അറിയണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് കൊടുക്കേണ്ടത് ഞാൻ ഇവിടെ ബിറ്റ്ഗെറ്റ് ആണ് ചൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഏത് എക്സ്ചേഞ്ച് ആണോ അത് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി. ഇന്നലെ എനിക്ക് $12 കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ $70 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരുപാട് ആൾക്കാരിനെ കയറ്റാൻ നോക്കുക, ഒരുപാട് ആൾക്കാർ അതിൽ കയറുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്താൽ മാത്രമാണ് നമുക്കിതിൽ എന്ത് കിട്ടുള്ളൂ? ഒരുപാട് പ്രോഫിറ്റ് കിട്ടുള്ളൂ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഈ അഡ്രസ്സ് എവിടെ നിന്നാണ് കിട്ടുക എന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഈ ഒരു ആഡ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ USDT ഉണ്ടാവും. ഈ ഒരു ചൂസ് നെറ്റ്വർക്കിൽ നിങ്ങളാണ് എന്ത് ചെയ്യണം? ERC20 എന്ന് പറഞ്ഞിട്ടുള്ള അഡ്രസ്സാണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് ഒരുപാട് USDT കിട്ടാനുള്ള ഏക ഒരു വഴിയാണ്. ഇപ്പോൾ ഇതിൽ ഫ്രീ ആണ് ഈ സർവർ. ഇപ്പോൾ ഇല്ലെങ്കിൽ അതിൻ്റെ ഈ വെബ്സൈറ്റ് ഇപ്പോൾ വർക്കിംഗ് ഒക്കെ ഭയങ്കര ഫൈനാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കയറിയെന്ന് പറഞ്ഞാൽ ഒരുപാട് USDT ഉണ്ടാക്കാനുള്ള ഒരു അവസരമാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള. ആരും മിസ് ചെയ്യരുത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ട്. എൻ്റെ റെഫറൽ കോഡും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെടും, എനിക്ക് ഉപകാരപ്പെടും, നിങ്ങൾ കയറ്റുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടും. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് നമ്മുടെ പൈ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പൈ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ തന്നെ റീസെൻ്റ്ലി നമുക്ക് ഇതിൻ്റെ ഒരു റാങ്ക് എവിടെയാണ് നിൽക്കുക, ഇല്ലെങ്കിൽ റാങ്ക് എവിടെയാണ് നിൽക്കുന്നത്
പറയുന്നത് എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് റീസെൻ്റ്ലി ഈ പൈ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് 11ാം റാങ്കിലായിരുന്നു ഒരു കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെയധികം ഇപ്പോൾ വാല്യൂ കുറഞ്ഞിട്ട് 25ാമത്തെ റാങ്കിലാണ് നമ്മുടെ പൈ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടോക്കൺ, ഇല്ലെങ്കിൽ ഒരു കോയിൻ എന്ന കുറേ ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഫുള്ളി ഇതൊരു കോയിൻ ആയിട്ട് മാറിയിട്ടില്ല. അപ്പം ഞാൻ ഇവിടെ പറയുന്നത് ടോക്കൺ തന്നെയാണ്, ഇല്ലെങ്കിൽ കോയിൻ തന്നെ ആയിക്കോട്ടെ, എന്തായാലും കോയിൻ ആണല്ലോ, ഒരു തനിയൊരു ബ്ലോക്ക് ചെയിൻ ഇല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കൊക്കെ ഉണ്ട്, അങ്ങനെയുള്ളൊരു കാര്യമായി കാരണം കോയിൻ തന്നെ പറയാം. നമുക്കപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഇതിൻ്റെ വാല്യൂ ഉള്ളത് 0.924 ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും വാല്യൂ കുറഞ്ഞിട്ടുള്ളത് 20.5% വാല്യൂ ആണ് കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ഇപ്പോൾ എവിടെ, അവർക്കൊക്കെ വളരെയധികം നല്ല രീതിയിൽ തന്നെ നഷ്ടം ഉണ്ടാവും. നിങ്ങളിതിൽ റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കിയാലും ഇത്രത്തോളം റെഡ് കാണുന്ന വേറൊരു കോയിൻ അവിടെ കിടക്കുന്നില്ല. അപ്പോൾ മേജറായിട്ട് ഇതിൻ്റെ റീസൺ എന്താണ്? പൈഡേ വന്നിട്ട് പോയി അവിടെ റിസർവിൽ ഈ ഒരു ക്രിപ്റ്റോൻ്റെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഈ പൈ എന്ന് പറഞ്ഞിട്ടുള്ള കോയിൻ ഇപ്പോഴും വാല്യൂ കൂടാതെ നിൽക്കുന്നത് എന്നുള്ള കാര്യമാണ് കുറേ ആൾക്കാർക്ക്. അപ്പോൾ കുറേ ആൾക്കാർ ഈ ഒരു മാർച്ച് 14 അങ്ങനെയുള്ള മാർച്ച് 28 അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കഴിയുമ്പോൾ ഇതിന് വാല്യൂ കൂടും. ചില ഒരു സ്പെക്കാലിറ്റി വാല്യൂ എടുത്തിരിക്കുകയാണ്, ഇല്ലെങ്കിൽ GCV എന്ന വാല്യൂ എന്ന് പറയുന്നതിൽ 3,34,154 3 ലക്ഷം സംതിങ് അത്രത്തോളം ടോക്കൺ വാല്യൂ ഡോളേഴ്സ് വരും, ഇല്ലെങ്കിൽ $3 lakh ആണ് ഈ ഒരു പൈ കോയിന് വരിക എന്നുള്ള സ്പെക്കാലിറ്റി വാല്യൂ, ഇല്ലെങ്കിൽ GCV വാല്യൂ, ഇല്ലെങ്കിൽ വിഷൻ വാല്യൂ, ഇല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലുള്ള ഓവറായിട്ടുള്ള ആൾക്കാരുടെ ഫോമോ കാരണം കിട്ടിയിട്ടുള്ള ഈ ഒരു വാല്യൂ ഒന്നും തീർച്ചയായിട്ടും ഇത് വരാൻ പോകുന്നില്ല. അപ്പോൾ നമുക്കിത് മുമ്പ് ഇത് തന്നെ അറിയാം, ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്, മാക്സിമം ഇനിയും ഇപ്പോൾ അവരുടെ കമ്പനിയൊക്കെ ഇതിന് ഇനി എന്ത് ചെയ്യണം, പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഇപ്പോൾ കറൻ്റ്ലി നോക്കിയെന്ന് പറഞ്ഞാൽ 6.82 ബില്യൺ ആണ്. അപ്പോൾ ഇത് ലിസ്റ്റ് ആകുമ്പോൾ ഉണ്ടായിരുന്നത് 10 ബില്യൺ അതിൻ്റെ അടുത്തൊക്കെ ആയിരുന്നു ഇത് ലിസ്റ്റ് ആകുമ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് എന്ത് ചെയ്തിട്ടുണ്ടാവും, സോൾഡ് ചെയ്തിട്ടുണ്ടാവും, വിറ്റിട്ടുണ്ടാവും, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇതൊരു സ്റ്റേബിൾ കോയിൻ ആയാൽ മാത്രമല്ല ഇത് പേയ്മെൻറ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾ ഫസ്റ്റ് ഞാൻ ചിന്തിക്കണം. എൻ്റെ പഴയ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏതാണ് ഒരു കോയിൻ സ്റ്റേബിൾ ആകുമ്പോൾ, ഇല്ലെങ്കിൽ ഏത് കോയിനാണ് നമ്മൾ പേയ്മെൻറ്റിലൊക്കെ യൂസ് ചെയ്യുക, ഇത് സ്റ്റേബിൾ കോയിൻ ആവണം. ഇല്ലെങ്കിൽ എന്താണ്, നമ്മളിപ്പോൾ ഇന്ന് പോയിട്ട് ഞാനൊരു 1 കിലോ തക്കാളി 100 രൂപ കൊടുത്ത് മേടിച്ചു, ഇല്ലെങ്കിൽ അപ്പോൾ നാളെ, ഇല്ലെങ്കിൽ തക്കാളി എന്ന് പറയണ്ട, നമുക്കിപ്പോൾ ഏറ്റവും നല്ലൊരു ലാപ്ടോപ്പോ എന്തെങ്കിലും ഒരു ഫോണ് ഞാൻ ഇന്ന് ഈ പൈ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒരു 30,000 വർത്തിന് കൊണ്ടുപോയി മേടിച്ചു. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ മേടിച്ച കച്ചവടക്കാരന് ഈ പൈൻ്റെ വാല്യൂ കുത്തനെ കുറയാണ്. അപ്പോൾ കുറയുമ്പോൾ ആർക്കാണ് നഷ്ടം വരിക? ആ കച്ചവടക്കാർക്കാണ് നഷ്ടം വരിക. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ ഒരു പൈ എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ ഇത് ഫുള്ളി പേയ്മെൻറ്റിന് വേണ്ടി ആൾക്കാർ യൂസ് ചെയ്യുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഞാൻ അന്നും പറഞ്ഞു ഇതൊരു സ്റ്റേബിൾ കോയിൻ അല്ലല്ലോ, അപ്പോൾ ഇതൊരു ഗവൺമെൻറ് അല്ലല്ലോ എടുത്ത് നടത്തുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാനാണ് നിങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് ഇപ്പോൾ മനസ്സിലായത്, ഇതിന് ഒരുപാട് പോസിറ്റീവും ഉണ്ട്, ഒരുപാട് നെഗറ്റീവും ഉണ്ട്. അപ്പോൾ ഈ പോസിറ്റീവ് കിട്ടാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഒരുപാട് ആൾക്കാർക്ക് ഇത് ലിസ്റ്റായ സമയത്ത് ഒരുപാട് പൈസ കിട്ടി. അപ്പോൾ അവരെന്താണ്, ഇത്രത്തോളം കമ്മ്യൂണിറ്റി സപ്പോർട്ടുള്ള ആൾക്കാരും എല്ലാവരും ഇത് നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്താലും ഇതിൻ്റെ സ്ട്രാറ്റജികളൊക്കെ ഇതൊരു മെയിൻലി ഫുള്ളി ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയതാണോ എന്ന് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നും പറയുന്നു. അത് അങ്ങനെയല്ല. ഒരിക്കലും 3 ലാക്കും $100 $150 $300 ഒന്നും വരാൻ പോകുന്നില്ല. അങ്ങനെയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സപ്ലൈ കുറയണം. അതിൻ്റെ കമ്പനിക്കാർ, ഇത് ഫുള്ളി സെൻട്രലൈസ്ഡ് പ്രൊജക്റ്റാണ്. ഈ സെൻട്രലൈസ്ഡ് പ്രൊജക്റ്റിൽ നമുക്ക് എങ്ങനെയാണ് ഇതിനൊരു 3 ലാക്കും 4 ലാക്കും നമ്മളാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഇത് 3 ലാക്കും 4 ലാക്കായിട്ടൊക്കെ നമുക്ക് വാല്യൂ ഒക്കെ നിഷേധിക്കാം. അപ്പോൾ ഇതൊരു കോർ ടീം ഇല്ലെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് ടീം അവർ നിശ്ചയിക്കുമ്പോൾ അതിൻ്റെ കമ്പനി അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്ന പോലെയല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊക്കെ കുറേ കോയിൻ തന്നിട്ട് നിങ്ങളൊക്കെ അത് പൈസയാക്കി, അപ്പോൾ അവരെന്ത് ചെയ്യും, അവർ മൂഞ്ചി തിരിഞ്ഞിരിക്കണോ? അന്നൊരുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ എന്തായാലും ഇതിൻ്റെ മേജറായിട്ട് ഈ വിറ്റ് പോയതിൻ്റെ റീസണും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്തൊക്കെ കാര്യം കൊണ്ടാണ് ഇത്രത്തോളം ലോസ് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിന് ഉണ്ടായത് എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് റീസെൻ്റ്ലി ഞാനിവിടെ ഈ ChatGPT തന്നെയാണ് റെഫറിൽ എടുത്തിട്ടുള്ളത്, എന്നാലും ഇതിൽ നമുക്ക് കറക്റ്റായിട്ടാണ് കിട്ടുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഏറ്റവും മേജറായിട്ട് ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഡിലൈഡ് മേജർ എക്സ്ചേഞ്ച് ലിസ്റ്റിംഗ്. അപ്പോൾ നമുക്ക് എല്ലാവരും എക്സ്പെക്ട് ചെയ്തുകൊണ്ട് എന്തായിരുന്നു, ബൈനാൻസിൽ ലിസ്റ്റ് ആവാൻ പോവാണ്, ബൈനാൻസിൽ ഇത് എങ്ങാനും ലിസ്റ്റ് ആയ ഈ സാധനം മൂന്നെത്തും എന്നുള്ളതാണ് ആൾക്കാരുടെ കമൻറ്റുകൾ. അപ്പോൾ എന്തായാലും ബൈനാൻസിൽ ഇത് ലിസ്റ്റ് ആയില്ല, ഇല്ലെങ്കിൽ ഒരുപാട് ലാഗായി, ഇത് ഇനി ലിസ്റ്റ് ആവോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയാതായി. ഇതിന് ഹൈപ്പ് കുറഞ്ഞുകൊണ്ട് വരികയാണ്. ആൾക്കാർ എന്താണ് ഇതിന് ഒരുപാട് ഇതിൽ ഡെയിലി ഇത് ഹൈപ്പ് കുറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഇതിൻ്റെ മാർക്കറ്റൊക്കെ കുറയുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ ഡിമാൻഡ് കൂടുമ്പോൾ മാത്രമാണല്ലോ ഇതിന് മാർക്കറ്റ് വാല്യൂ ഒക്കെ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക്
തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയുന്നത് എനിക്ക് മനസ്സിലായി. അതേപോലെ തന്നെ ഏർലി ഇൻവെസ്റ്റേഴ്സ് സെൽ ഓഫ്. അപ്പോൾ നമ്മുടെ ആൾറെഡി തന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഇത് എന്ത് ചെയ്തിട്ടുണ്ടാവും, കയ്യിൽ വെച്ചിട്ടുണ്ടാവും, ഇൻവെസ്റ്റേഴ്സ് സെൽ ചെയ്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ അവൻ്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ, വലിയ ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇത് സെല്ല് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ സെല്ല് ചെയ്ത് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ ആൾക്കാർ ഇത് സെല്ല് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിനൊരു 20% ഒക്കെ ഡൗൺ ആവും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെയൊന്നും ഡൗൺ ആവില്ല. ഇവൻ്റെ കമ്പനിയിൽ കിട്ടിയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഇത് എന്തായാലും സോൾഡ് ചെയ്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ സെല്ല് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇത്രത്തോളം വാല്യൂ ഒക്കെ കുറയുന്നത്. അപ്പോൾ അവർക്കേ എന്താണ് വിശ്വാസമില്ല. പിന്നെയാണ് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ. നമ്മൾ ഏതൊരു പ്രൊജക്റ്റും ഒരുപാട് ഹൈപ്പ് കൊടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ VCs അവൻ്റെ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ പ്രോഫിറ്റ് അവർക്ക് കൊടുക്കണം. അപ്പോൾ അവർ നിങ്ങളെ കൊണ്ട് എന്ത് പറയും, ഇപ്പോൾ വാങ്ങിക്കുക, അപ്പോൾ വാങ്ങിക്കുക എന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസ കൊടുത്ത് നമ്മൾ വാങ്ങും. അങ്ങനെ വാങ്ങിക്കുക ആ VCs ഇൻവെസ്റ്റ് ചെയ്ത പൈസയും അവർക്ക് കിട്ടിയ പ്രോഫിറ്റും ആകുമ്പോൾ അവർ ഒറ്റയടിക്ക് അത് സെല്ല് ചെയ്തിട്ട് വളരെ രീതിയിൽ തന്നെ ഡൗൺ ആക്കുമ്പോൾ ആരുടെ പൈസയാണ് പോയത്? ഈ ചെറിയ സാധാരണക്കാരായ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുടെ പൈസയായിരിക്കും പോവുക. നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ മാർക്കറ്റ് മാനിപ്പുലേഷൻ കൺസേൺ. ദർ ആർ അലിഗേഷൻ ഓഫ് പ്രൈസ് മാനിപ്പുലേഷൻ ബൈ ലാർജ് വെയിൽസ്. അപ്പോൾ നമ്മളെ പോലെയുള്ള സോഷ്യൽ മീഡിയയിലെ ആൾക്കാർക്ക് ഇത് $100 $1000 എത്തും പറയുന്ന ആൾക്കാർക്കൊക്കെ അങ്ങനെയുള്ളൊരു മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു ഫോമോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ കൊടുത്തിട്ട് ഒരുപാട് പേര് എന്തായി, ഇതിലൊക്കെ നഷ്ടങ്ങളായി. ഇതിലൊക്കെ നഷ്ടങ്ങളായി. അത് കാരണം ഒരുപാട് പേര് വീണ്ടും സെല്ല് ചെയ്തു. അപ്പോൾ അതും ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഓവറോൾ മാർക്കറ്റ് കണ്ടീഷനും നമ്മൾ നോക്കണം. ഈ ഒരു മാർക്കറ്റ് കണ്ടീഷൻ വളരെയധികം ഡൗൺ ആണെങ്കിലും ഇപ്പോൾ ഒരു ടൈമിലൊക്കെ വേറെ എല്ലാ കോയിൻസും ഡൗൺ, ഇല്ലെങ്കിൽ ടോക്കൺസ് ആയിക്കോട്ടെ, കോയിൻസ് ആയിക്കോട്ടെ, വളരെയധികം അപ്പാകുമ്പോൾ അപ്പോഴും പൈക്ക് കോയിൻ വളരെയധികം ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് കാര്യമെന്ന് പറഞ്ഞാൽ ഇതിന് യുട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഈ യുട്ടിലിറ്റി ലിമിറ്റഡ് റിയൽ വേൾഡ് യുട്ടിലിറ്റി, അല്ലെങ്കിൽ എല്ലാവരുടെയും പേയ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്തു, അങ്ങനെയുള്ള എല്ലാ ബിസിനസ്സിനും ഗുഡ്സ് ആൻഡ് സർവീസിനൊക്കെ ഇത് പേയ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന അവിടെ ഇതൊരു കറക്റ്റായിട്ട് റെഗുലറായിട്ട് പേയ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിന് ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും എപ്പോഴും പറയുന്നതാണ്. അപ്പോൾ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നപ്പോൾ ഇത് റീസെൻ്റ്ലി തന്നെ അവരിവിടെ പറഞ്ഞിട്ടുണ്ട്. പൈക്കോയിൻ കറൻ്റ്ലി സ്ട്രഗ്ലിംഗ് വിത്ത് എസ്റ്റാബ്ലിംഗ് പാർട്ടിക്കിൾ യൂസ് കേസസ് വൈൽ സം ബിസിനസ് ഹാവ് സ്റ്റാർട്ടഡ് അക്സെപ്റ്റിംഗ് പൈ ആസ് പേയ്മെൻറ്റ് വൈഡ് സ്പ്രെഡ് അഡോപ്ഷൻ റിമെയിൻ മിനിമൽ ലിമിറ്റൽ ഇറ്റ്സ് ഇൻക്രീസ് വാല്യൂ അപ്പീൽ ടു ന്യൂ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ ഇത് കൊണ്ടുവരുമ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു കച്ചവടം ഒരു സാധനം വാങ്ങുമ്പോൾ ആ ഒരു സാധനത്തിന് ആ ഒരു ടൈം പീരീഡിൽ ആ ഒരു വില ഉണ്ടാവണ്ടേ. ഇന്ന് ആ സാധനം മേടിച്ചിട്ട് നാളെ ആ ബിസിനസ് ഈ പൈ വെച്ചിട്ട് അവന് ട്രാൻസ്ഫർ ചെയ്തിട്ട് നാളെ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ 10% കുറഞ്ഞത് പറഞ്ഞാൽ ആ ഒരു എല്ലാ ബിസിനസ്സുകാർക്കും നഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ഒരു കോയിനിലേക്ക് അവരെന്ത് ചെയ്യുമോ, ഇത് കൊണ്ടുവരാൻ നോക്കുമോ? തീർച്ചയായിട്ടും കൊണ്ടുവരാൻ നോക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് പറഞ്ഞാൽ തന്നെ ഈ പൈയിലേക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണോ, ഇല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്ത് കുറച്ച് നോക്കാം ഇത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? നിങ്ങളാണ്. ചാടി കയറിയിട്ട് ഏതൊരു കാര്യത്തിലും എപ്പോഴും ക്രിപ്റ്റോയിൽ കൊണ്ടിട്ട് പൈസ ഇടരുത് എന്നാണ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി ബോധമൊക്കെ വന്നിട്ടുണ്ടാവും. എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് പൈസയൊക്കെ പോയല്ലോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എൻ്റെ ടെലിഗ്രാം ചാനലിൽ കയറാത്ത ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ട് ടെലിഗ്രാം ചാനലിൽ കയറുക. പെട്ടെന്ന് അപ്ഡേറ്റുകൾ, പെട്ടെന്ന് ഇങ്ങനെയുള്ള ഓരോരോ ഫ്രീ ആയിട്ട് USDT കിട്ടുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചാനലിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിൽ കയറണം. ഒരുപാട് ലൂട്ട്സിനെ പറ്റി ഞാൻ പറയുന്നുണ്ട്. 170 രൂപ, 60 രൂപ, അങ്ങനെ കുറേ ആൾക്കാർക്ക് കുറേ ബെനിഫിറ്റ്സ് ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിൽ കയറുക. ഈ USDT നിങ്ങൾ മസ്റ്റായിട്ട് കയറിക്കോ. എനിക്കും കിട്ടും, നിങ്ങൾക്കും കിട്ടും, നിങ്ങൾ റെഫർ ചെയ്യുന്ന ആൾക്കാർക്കും കിട്ടും. വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് വിത്തിൻ 3 ഡേയ്സിലൊക്കെ ആകുമ്പോൾ മേ ബി അത് കഴിഞ്ഞൊന്നും വരാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.